എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് കല്ല് പോലെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അല്ലാത്ത രീതിയിലൊക്കെ ഇഡ്ഡലി കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിയും 1/2 കപ്പ് ഉഴുന്നും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചാണ്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് എല്ലാം ഒരു 6 മണിക്കൂർ കുതിർത്താണ്. അരിയും ഉഴുന്നും ഉലുവായും കൂടെ ഒന്നിച്ച് വെള്ളത്തിലിട്ട് കുതിർത്താണ്. ഒരു 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്തതാണിത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു 3 വട്ടം നന്നായിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ഈ അരിയുടെ കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് ചോറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് നമുക്ക് കുത്തിരിയുടെയോ വെള്ളയരിയുടെയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു സിമ്പിൾ ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. പലതരത്തിലും പല രീതിയിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഞാനിന്നത് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതി തന്നെയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനി അരച്ചെടുത്ത ഒരു ബാറ്റർ ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് കൈവച്ച് നമുക്കിതൊന്ന് കലക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. ഞാനൊരു നൈറ്റ് മൊത്തം വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തടവിയിട്ട് ഇത് ചൂടാക്കി എടുത്തതായിരുന്നു തട്ട്. ഞാൻ പിന്നെ പാത്രത്തിൽ നിന്ന് എടുത്തതാണ്. ചൂടടിച്ച് ഇതിനകത്തോട്ട് കൈ പൊള്ളില്ല, അതുകൊണ്ട് പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ചൂടോടുകൂടി നമുക്ക് എണ്ണ തടവി ഓരോ തവി മാവ് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാത്തിലും ഞാൻ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധാരണ ആവിയിൽ പുഴുങ്ങുന്ന പോലെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി കൊടുക്കാം. ഒരു 20 മിനിറ്റ് സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉണ്ടോ, കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് തണുത്തതിന് ശേഷം കുത്തിയെടുക്കാം. അപ്പോഴത്തേനും ഞാൻ ഒരു ചട്നി റെഡിയാക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളകും ഒരു അരമുറി തേങ്ങയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ പൊട്ടുകടലയാണ്. ഇത് റോസ്റ്റ് ചെയ്ത പൊട്ടുകടലയാണ്. 1 സ്പൂൺ അതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അരയാൻ ആവശ്യമായ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടി 1 സ്പൂൺ എണ്ണ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 സ്പൂൺ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് നമുക്ക് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു വെള്ളച്ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ചട്നിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ പൊട്ടുകടല ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടുകടല പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കുമ്പം അതിൽ പച്ചച്ചവ് വരും. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ വെള്ള ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനൊരു ഗ്രീൻ ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു പിടി മല്ലിച്ചപ്പാണ്, അതോടൊപ്പം തന്നെ 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത പൊട്ടുകടല 1 സ്പൂൺ, ഇവിടെ 2 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരല്പം ഒരു 1/2 ടീസ്പൂണിൽ താഴെ ചെറിയ ജീരകം, കറിക്കൊക്കെ അരിക്കുന്ന ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം വെള്ളം കൂടെ ചേർത്ത് അത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് ചെയ്യാം. അല്പം എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം 2 ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. രുചികരമായ വൈറ്റ് ചട്നിയും ഗ്രീൻ ചട്നിയും തയ്യാറായി.
അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഇഡ്ഡലിയും അതുപോലെ തന്നെ ചട്നി. ഇത് മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചട്നിയാണ്. അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറിലേലും നമുക്ക് ഈ ചട്നി കൂട്ടി കഴിക്കാൻ പറ്റും. രുചികരമായ ഇഡ്ഡലിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.